ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഈവനിങ് വെറുതെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കുറച്ച് വസ്തു കിടപ്പുണ്ടായിരുന്നു, അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന്. 2 വർഷം മുമ്പ് വരെ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബറായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. മൊത്തം കാട് കയറി റബ്ബറിലും തെങ്ങിലും കവുങ്ങിലും ഒക്കെ ആയിട്ട് ഇത്തിള് പിടിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇനി നമ്മളിത് വെട്ടണം എന്ന് വിചാരിച്ചാലും എനിക്ക് തോന്നുന്നത് ക്ലീൻ ചെയ്ത് വളമൊക്കെ ഇട്ടാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ലൊരു റിസൾട്ട്, അതായത് പാല് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇച്ചായൻ അതൊക്കെ വൃത്തിയാക്കുവാണ്. മാക്സിമം പറ്റുന്നത് ഇന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇച്ചായൻ നിൽക്കുന്നത്. ഇച്ചായൻ ഇത്തിലൊക്കെ പറിക്കുവാണ്. അപ്പം താഴോട്ടുള്ള ഇത്തിൽ വെട്ടി വിടുവാണെങ്കിൽ മുകളിലോട്ട് കയറി കിടക്കുന്നത് പട്ടുപോകുമെന്ന് ഇച്ചായൻ പറഞ്ഞു. അതുകൊണ്ട് ഇച്ചായൻ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോൻ ഇവിടെയൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഇവിടെ തോടാണ്, അപ്പോൾ ആ തോട്ടിൽ ഇറങ്ങണം എന്നൊരു പ്ലാനിലാണ് അവൻ നിൽക്കുന്നത്. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റോഡ് സൈഡിലൊക്കെ ഇതുണ്ടാവും. ഇതെടുത്തിട്ട് വന്നിട്ട് ഒന്നുകിൽ ചോര എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ട് കാണിക്കും. അപ്പോൾ അതേപോലെ ശരിയാണ്, അമ്മ എൻ്റെ കൈ മുറിഞ്ഞു ചോര എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇല്ല എങ്കിൽ മൈലാഞ്ചി ഇടുമ്പോൾ അത്യാവശ്യം ഒരു ചുവപ്പുണ്ടല്ലോ, അപ്പം നല്ല റെഡ് കളറിൽ നിൽക്കുന്ന ഇതാണെങ്കിൽ നല്ല ചുമന്ന് നമ്മുടെ കയ്യിലിരിക്കും. അപ്പോൾ ഇത് മൈലാഞ്ചി ഇടുന്നത് പോലെ കയ്യിലൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പം അവനും ഞാനത് കാണിച്ചു കൊടുത്തു കയ്യിൽ. അതൊക്കെ പഴയ ഓർമ്മകളാണ്. ഇന്നത്തെ കുട്ടികൾക്ക് എത്ര പേർക്ക് അറിയാം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇനി ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു കാടടിക്കുന്ന മെഷീൻ എടുത്തിട്ട് ഇതെല്ലാം വൃത്തിയാക്കണം. ഇഴജന്തുക്കൾ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അന്ന് നമ്മൾ വെട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വൃത്തിയാക്കുമായിരുന്നു. അപ്പോഴും തന്നെ ഇഷ്ടംപോലെ കാണും. കാരണം തോട് ഇവിടെ ഫുൾ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയല്ലേ, അതുകൊണ്ട് തന്നെ പ്രശ്നമാണ്. എന്തായാലും ക്ലീൻ ചെയ്യണം. പറ്റുമെങ്കിൽ ആ വീഡിയോയും എടുക്കണം എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു രസമാണല്ലോ. ഇവിടെ പിന്നെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ മുള നിൽപ്പുണ്ട് ഇവിടെ. ഇതിനെന്തുകൊണ്ട് പറയുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. ഈറയാണോ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. ഒരു വീട്ടിൽ വളർത്തുന്നതാണ്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ അടുത്തടുത്ത വീടുകളിൽ പശുവൊക്കെ ഉണ്ട്. ഈ വെള്ളത്തിൽ ഇറക്കാൻ കുഞ്ഞുങ്ങളെ നല്ല വെള്ളമല്ല, കാരണം ഇവിടെ അടുത്താണ് ISR. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളവും ഒക്കെ ഇവിടെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇവിടെ പശുക്കളെ കന്നാലികളെ കുളിപ്പിക്കുന്നത് വീട്ടിൽ നിന്നുള്ള ഈ വേസ്റ്റ് വെള്ളം, തൊഴുത്തിലെ വേസ്റ്റ് വെള്ളം ഒക്കെ ഈ തോട്ടിലോട്ടായിരിക്കും മിക്കവാറും എല്ലാവരും വിടുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ ബൈ.